എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു ക്രിക്കറ്റ് വിശകലനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചാഹലിന്റെ ആ അത്ഭുത പ്രകടനത്തെക്കുറിച്ചാണ്. നഷ്ടമായെന്ന് തോന്നിയ മത്സരം സ്വന്തമാക്കിയതും അതിനുശേഷം ബൗണ്ടറിയിൽ എത്തി പ്രീതി സിൻഡ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചപ്പോഴുമുള്ള അതിമനോഹര കാഴ്ചകളെയും കുറിച്ചാണ്. യുസ്വേന്ദ്ര ചഹൽ തന്റെ മാജിക് സ്പെല്ലിലൂടെ 4 വിലപ്പെട്ട വിക്കറ്റുകൾ വീഴ്ത്തി മത്സരത്തിന്റെ നടുവിൽ തന്നെ കളിയുടെ ദിശ മാറ്റി ജയത്തിന്റെ വഴിയൊരുക്കി. അതിനുശേഷം പഞ്ചാബ് ടീം ഉടമ പ്രീതി സിൻഡ തന്നെ സ്റ്റേഡിയത്തിൽ ചഹലിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയായിരുന്നു. പഞ്ചാബും കൊൽക്കത്തയും തമ്മിൽ നടന്ന IPL സീസണിലെ 31ാമത് മത്സരമായിരുന്നു അത്. ചണ്ഡീഗഡിലെ ന്യൂ PCA സ്റ്റേഡിയത്തിൽ കളിക്കളത്തിൽ ഇറങ്ങിയ പഞ്ചാബ് ആദ്യം ബാറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷകളൊന്നും കാണിച്ചില്ല. റബ്സിമൻ 30, പ്രിയാൻഷ് 22 എന്നിങ്ങനെ ചില മിതമായ സ്കോറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജെയിംസ് ഇംഗ്ലീഷ്, നിഹാൽ വഡേര, മാക്സ്വെൽ, ശ്യാം തുടങ്ങിയവരെല്ലാം പൂർണ്ണമായും ബാറ്റിംഗിൽ പരാജയപ്പെട്ടു. ക്യാപ്റ്റൻ അയ്യർ പോലും ഡക്കിൽ പുറത്തായി. ഒടുവിൽ പഞ്ചാബ് 111 റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. എല്ലാവർക്കും തോന്നിയിരുന്നത് ഇത് കൊൽക്കത്തയുടെ എളുപ്പവിജയം തന്നെയാകുമെന്നായിരുന്നു. പക്ഷേ കളിയിൽ എത്തിയപ്പോഴാണ് പഞ്ചാബ് കളിക്കാർ തങ്ങളുടെ യഥാർത്ഥ വീരത്വം പുറത്തെടുക്കുന്നത്. ആദ്യ 2 വിക്കറ്റുകൾക്കായി സുനിൽ നരൈൻ വെറും 5 റൺസിലും ക്വിന്റൺ ഡിക്കോക്ക് 2 റൺസിലും പുറത്തായി. സേവ്യറും ജെൻസണുമാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം ഇംഗ്ലീഷ് താരം അങ്കേഷ് രഘുവംശി 37 റൺസ് നേടി കൊൽക്കത്തയെ വീണ്ടും ഉണർത്തിയെങ്കിലും അവിടെ ചഹൽ വില്ലനായി. ചഹൽ ആദ്യം ടാർഗറ്റ് ചെയ്തത് രഘുവംശിയെ തന്നെ ആയിരുന്നു. 17 റൺസിൽ LBW ചെയ്തു രഘുവംശിയെ ചഹൽ പുറത്താക്കി. കളി അവിടെ നിന്ന് വേഗത്തിൽ തിരിഞ്ഞു. അതിനുശേഷം ഗ്ലെൻ മാക്സ്വെൽ വെങ്കടേഷ് അയ്യരെ 7 റൺസിൽ LBW ചെയ്തു പുറത്താക്കി. ഒടുവിൽ ചഹൽ വീണ്ടും രംഗത്തിറങ്ങി റിങ്കു സിംഗ്, രമൺദീപ് സിംഗ് എന്നിവരെ പുറത്താക്കി. വെറും 16 പന്തിനുള്ളിൽ 4 വിക്കറ്റുകൾ. 3 ഓവറിൽ വെറും 12 റൺസ് മാത്രം വിട്ടുകൊടുത്തു. ഇക്കോണമി ടേറ്റ് വെറും 4. കൊൽക്കത്തയുടെ അവസാന പ്രതീക്ഷയായിരുന്ന ആൻഡ്രൂ റസലിന് പോലും വലിയ പ്രത്യാഘാതമുണ്ടാക്കാൻ സാധിച്ചില്ല. പഞ്ചാബ് ടീം അവർക്ക് തോറ്റുപോയെന്ന് തോന്നിയ മത്സരത്തിൽ അത്ഭുതകരമായി തിരിച്ചുവരവുണ്ടാക്കി. മത്സരശേഷം ചഹൽ തന്റെ ഹൃദയസ്പർശിയായ പ്രതികരണം പങ്കുവച്ചു. ഇത് ഞാൻ ജീവിതത്തിലൊരിക്കലും മറക്കില്ല. ഇത് എന്റെ മാത്രം വിജയമല്ല, എല്ലാവരും ഒരുപോലെ പണിയെടുത്തു. ക്യാപ്റ്റൻ അയ്യരിന്റെ സ്ട്രാറ്റജിയും ടീമിലെ എല്ലാ കളിക്കാരുടെയും ആത്മാർത്ഥതയും ചേർന്നാണ് ഈ വിജയമുണ്ടായത്. കുറച്ചു ദിവസങ്ങളായി എന്റെ സ്വകാര്യ ജീവിതത്തിൽ വലിയ ക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലും പഞ്ചാബ് മാനേജ്മെന്റും പ്രത്യേകിച്ച് പ്രീതി സിൻഡയും എന്നെ മാനസികമായി മുഴുവൻ പിന്തുണച്ചതാണ് ഞാൻ വീണ്ടും എന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കാരണം. പ്രീതി സിൻഡ നിങ്ങളെ നേരിൽ എത്തിയിട്ട് കെട്ടിപ്പിടിച്ച ശേഷം നിങ്ങൾക്കു എന്ത് തോന്നി എന്നതിന് ചഹൽ ആ ചിരിയോടെ മറുപടി പറഞ്ഞു. അവൾ നമ്മുടെ ടീം ഓണറാണ്, എന്തും ചെയ്യാവുന്ന അവകാശമുണ്ട്. പക്ഷേ പ്രീതി മാഡം അത്രമാത്രം അല്ല, അവർ ഓരോ കളിക്കാരനെയും വ്യക്തിപരമായി പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ എല്ലാവരിലുമാണ് അവളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവളുടെ ആ സപ്പോർട്ട് എന്റെ കരുത്തായിരുന്നു. അത്തരത്തിലുള്ള ഉടമയുണ്ടെന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞ് ചഹൽ തന്റെ മറുപടി അവസാനിപ്പിച്ചു. ഇതുവരെ കണ്ടതുപോലെ ചഹൽ തന്റെ ബൌളിംഗിലൂടെ മാത്രമല്ല ഹൃദയത്തിൽ തട്ടിയുള്ള സംസാരത്തിലൂടെയും ആരാധകരുടെ മനസ്സുകൾ കീഴടക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചഹലിന്റെ ഇന്നത്തെ പ്രകടനത്തിന് 10ൽ എത്ര മാർക്ക് നിങ്ങൾ നൽകും? താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം മറ്റൊരു തകർപ്പൻ IPL വിശകലനവുമായി. നന്ദി.